Hi, hello all. HB Science in മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് സെമസ്റ്റർ ഫിസിക്സിന്റെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റത്തെ പറ്റിയാണ്. നമ്മൾ ഇന്ന് ഈ തെർമോഡൈനാമിക്സ് പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇന്റേണൽ എനർജി. ഒരു സിസ്റ്റം തന്നിരുന്നാൽ അതിന്റെ ഇന്റേണൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണ്, ഇതിനെ പറ്റിയാലും നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ എന്ത് ചെയ്യുക, അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് മുഴുവൻ കാണുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഇന്റേണൽ എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ യു കൊണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ആണ്. ഈ ഗ്ലാസ് ഓഫ് വാട്ടറിന്റെ സിസ്റ്റം ഏത്, സറൗണ്ടിങ് ഏത്, ബൗണ്ടറി ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലാസ്സിലെ വെള്ളത്തെ നമുക്ക് എന്തെന്ന് പറയാം, സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് ദ സിസ്റ്റം. ഈ ഗ്ലാസ് എന്തെന്ന് പറയാം, നമുക്ക് അതിനെ ബൗണ്ടറി എന്ന് പറയാം. ഇറ്റ്സ് ദ ബൗണ്ടറി ബിക്കോസ് ഇറ്റ് സെപ്പറേറ്റ്സ് ദ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ്. ചുറ്റുമുള്ളതല്ല എന്താ, സറൗണ്ടിങ് ആണല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പീസ്ഫുൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഈ ഗ്ലാസ് ഓഫ് വാട്ടറിൽ എന്തെങ്കിലും എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാളോട് ചോദിക്കുവാണ് ഞാൻ, ഇങ്ങോട്ടേക്ക് വരൂ, നിങ്ങൾ ഈ ഗ്ലാസ് നോക്കും. ഈ ഗ്ലാസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുക, ഒരു പീസ്ഫുൾ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും എനർജി ഉണ്ടോ? സാധാരണ രീതിയിൽ കാണുന്ന ഒരാൾ എന്ത് പറയും, ഒരു സയൻസ് സ്റ്റുഡന്റ് അല്ലാന്ന് വിചാരിക്കും. ഇഫ് ഹീസ് നോട്ട്, അല്ലെങ്കിൽ ഹി ഓർ ഷീ ഈസ് നോട്ട് എ സയൻസ് സ്റ്റുഡന്റ്, അവരെന്ത് പറയും, ഇത് മര്യാദക്കായിരിക്കുന്നത്, ഇതിന് എനർജി ഒന്നുമില്ല, റെസ്റ്റിലായിരിക്കുന്നതെന്ന് പറയും. ബട്ട് ആസ് എ സയൻസ് സ്റ്റുഡന്റ് നമുക്ക് അതിനെ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് സൂം ചെയ്യാം. ഈ ഗ്ലാസ്സിലിരിക്കുന്ന വാട്ടർ മോളിക്യൂളിനെ സൂം ചെയ്യാം. അപ്പൊ ധാരാളം വാട്ടർ മോളിക്യൂൾസ് കാണത്തില്ലേ? യെസ്, ലോട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലെ. ഈ വാട്ടർ മോളിക്യൂൾസ് എല്ലാം റെസ്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കുമോ? ഉറപ്പായിട്ടും അല്ല അല്ലെ. അവരെപ്പോഴും ഒരു റാൻഡം മോഷനിലായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ഹിയർ ദ മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആർ നോട്ട് അറ്റ് റെസ്റ്റ്. അവരെന്ത് ചെയ്യും, എപ്പോഴും റാൻഡം മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ഇങ്ങനെ റാൻഡം മോഷൻ കാരണം ഉണ്ടാവും എനർജി ഡ്യൂ ടു റാൻഡം മോഷൻ. എനർജി ഡ്യൂ ടു റാൻഡം മോഷൻ. Random motion of the particles, of the molecules of the system is called പിന്നെ കാര്യം, ഇത് നടക്കുന്നത് എക്സ്റ്റേണലി ആണോ ഇന്റേണലി ആണോ, ഈ ഗ്ലാസിനകത്തല്ലേ സംഭവിക്കുന്നത്, അത് എന്ന് പറയാം is called internal kinetic energy. Internal kinetic energy and is represented by UK. കേട്ടോ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ സിസ്റ്റം വാട്ടറാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ഞാൻ സൂം ചെയ്ത് നോക്കി, ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കുന്നത്, അവരെപ്പോഴും റാൻഡം മോഷനിലായിരിക്കും. ഇങ്ങനെയുള്ള ഈ മോളിക്യൂൾസിന്റെ റാൻഡം മോഷൻ കാരണം ഉണ്ടാവുന്ന എനർജിയെ പറയുന്ന പേരാണ് എന്തോന്നാ, ഇന്റേണൽ എനർജി. നമുക്കിത് മുന്നേ അറിയാം അല്ലെ. നമുക്ക് എന്തെന്നറിയാം, ഒരു പാർട്ടിക്കിളിന് മോഷൻ ഉണ്ടെങ്കിൽ, അതിനൊരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് എന്ത് കാണും, സ്വാഭാവികമായിട്ടും അതിന് കൈനറ്റിക് എനർജി കാണും. അത് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞോളൂ. ഇനി രണ്ടാമത് കാര്യം, ഇവിടെ ഈ മോളിക്യൂള് റാൻഡം മോഷനിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവർ പരസ്പരം കൊളൈഡ് ചെയ്യും. മാത്രമല്ല അവർക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണും. പണ്ടേ പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ, ഇന്റർമോളിക്യുലർ അട്രാക്ഷൻ. ഇത് പോയിന്റ് നമ്പർ 1 ആണ്. പോയിന്റ് നമ്പർ 2 നമുക്കറിയാം, there is an intermolecular attraction. There is an intermolecular attraction between the molecules of system ആണല്ലോ. ഇങ്ങനെ അവർക്ക് പരസ്പരം ഇന്റർമോളിക്യുലർ അട്രാക്ഷൻ നടത്തണമെങ്കിൽ അവർക്ക് എന്ത് വേണം, ഒരു എനർജി വേണം. ഇപ്പൊ സപ്പോസ് സേ ഇതൊരു പാർട്ടിക്കിൾ നമ്പർ 1, ഇതൊരു പാർട്ടിക്കിൾ നമ്പർ 2. ഇവർ പരസ്പരം അട്രാക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവർ പരസ്പരം അട്രാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, അട്രാക്ട് ചെയ്യാൻ ഒരു എനർജി വേണ്ടേ. ഇവർക്ക് പരസ്പരം അട്രാക്ട് ചെയ്യാനും എന്ത് വേണം, ഒരു എനർജി വേണ്ടേ. ഈ എനർജിയെ പറയുന്ന പേരാണ് ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി. ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ UP. വാട്ടെവർ ടെക്സ്റ്റ് ബുക്കിൽ പല പല പേരുകളായിരിക്കും. ഞാൻ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, UP എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ എന്ത് പറഞ്ഞു ഞാൻ, ഈ സിസ്റ്റം ഇവിടുത്തെ വാട്ടറാണ് എടുത്തത്. വാട്ടെവർ ദ സിസ്റ്റം എന്തോ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടറാണ്.
അതിന് നമുക്ക് എന്ത് ചെയ്യണം? അതിനകത്തുള്ള മോളിക്യൂൾസിന് എന്ത് കാണും? ഒരു റാൻഡം മോഷൻ കാണും. ഈ റാൻഡം മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയെ പറഞ്ഞ പേരാണ് എന്ത്? ഇന്റേണൽ കൈനറ്റിക് എനർജി. ഈ റാൻഡം മോഷൻ അല്ലാതെ തന്നെ ഇവർ പരസ്പരം എന്ത് ചെയ്യും? ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ടും സം ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജിയെയും ഈ ഇന്റേണൽ കൈനറ്റിക് എനർജിയെയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഹോൾ സിസ്റ്റം. സോ വി ക്യാൻ സേ ഇന്റേണൽ എനർജി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. ഇത്ര ഇങ്ങനെ ഒന്ന് വരച്ച് മാറ്റി വയ്ക്കുവാന്നേ. internal energy of a thermodynamic system is the sum of the internal kinetic energy and internal potential energy. That is, internal energy U is equal to the sum of internal kinetic energy plus internal potential energy, UK plus UP. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്ര ഈസി അല്ലേ? ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതാണ് ഇന്റേണൽ എനർജിയുടെ ഡെഫിനിഷൻ. നമ്പർ 1 ക്ലിയർ ആയോ? സോ ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിന്റെ മോളിക്യൂൾസിന് എന്ത് കാണും? ഒരു റാൻഡം മോഷൻ കാണും. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ റാൻഡം മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയെ പറഞ്ഞ പേരാണ് ഇന്റേണൽ കൈനറ്റിക് എനർജി. ഇനി ഇവ തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം അട്രാക്ട് ചെയ്യുമെന്ന് വിചാരിക്കും. ഈ അട്രാക്ട് ചെയ്യാനുള്ള എനർജിയെ പറഞ്ഞ പേരാണ് ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി. ഇവർ രണ്ടുപേരെ നമുക്ക് സം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഹോൾ സിസ്റ്റം. അടുത്ത് പറയാനുള്ളത് ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഞാൻ ഇവിടെ ഒരു ബീക്കർ വരച്ചു. ഇഫ് ഇറ്റ് ഈസ് എ ബീക്കർ, ഇതൊരു ബീക്കർ ആണെന്ന് വിചാരിക്കും. ഈ ബീക്കറിൽ ഞാൻ ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തു. ഇത് അടച്ചൊരു പാത്രമാണ്, വെസലാണ്. ഇതിനകത്ത് ഞാൻ എന്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്? ഐ എം ഗോയിങ് ടു ഫിൽ ആൻ ഐഡിയൽ ഗ്യാസ്. ഞാൻ ഒരു ഐഡിയൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. സപ്പോസ് ഇറ്റ് ഇസ് ആൻ ഐഡിയൽ ഗ്യാസ്. ഞാൻ ഒരു ഐഡിയൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫില്ല് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐഡിയൽ ഗ്യാസിന്റെ ഫോർ ഐഡിയൽ ഗ്യാസ് the force of attraction between the molecule is 0. Like there is no force of attraction between the molecules. The force of attraction between the molecules of ideal gas, is equal to 0. അതായത് നമുക്ക് അതിന് എന്ത് പറയാം? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ 0 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ എനർജി ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 മോളിക്യൂൾ ഈസ് വാട്ട്? ഇറ്റ് ഈസ് ആക്ച്വലി ദ ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഇവിടെ അതില്ല, ഇവിടെ 0 ആണ്. വിച്ച് മീൻസ് നമുക്ക് എന്ത് പറയാം? ഹിയർ യുടെ വാല്യൂ എന്തായിരിക്കും? ഇന്റേണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കറിയാം വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ എനർജി? ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ കൈനറ്റിക് എനർജി പ്ലസ് ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു യുടെ വാല്യൂ UK എന്ന് എഴുതി. പക്ഷെ ഇവിടത്തെ ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഈസ് ഈക്വൽ ടു UK എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൺലി ഇന്റേണൽ കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വിൽ ബി ഈക്വൽ ടു ദ internal kinetic energy. There is no internal potential energy. Why? Because there is no force of attraction between the molecules of the ideal gas. Okay അല്ലേ? നമ്മൾ മുന്നേ ഒരു തിയറി പഠിച്ചു, +1 പഠിച്ചു, കൈനറ്റിക്, അതായത് കൈനറ്റിക് മോളിക്കുലർ തിയറി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കൈനറ്റിക് മോളിക്കുലർ തിയറി എന്താ പറയുന്നത്? ഇന്റേണൽ കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം, ഇന്റേണൽ കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം ഇസ് ഈക്വൽ ടു, അതിന്റെ വാല്യൂ എത്രയാ? 3/2 nRT. 3/2 nRT. That is, according to kinetic molecular theory, the internal kinetic energy യുടെ വാല്യൂ എന്തായിരിക്കും? 3/2 nRT ക്ക് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് n എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇതിന്റെ വാല്യൂ ഞാൻ മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ എന്ത് ചെയ്യുക? അവിടെ പോയി കാണുക. T എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ. ഇതാണ് ഇക്വേഷൻ. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ യുടെ വാല്യൂ 3/2 nRT അല്ലേ? അതായത് നമുക്ക് എന്തും കിട്ടി? ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈക്വൽ ടു UK എന്നല്ലേ കിട്ടിയത്? അതായത് നമുക്ക് എന്തും പറയാം, the internal energy of an ideal gas is equal to യുടെ വാല്യൂ എത്രയാ? 3/2 nRT അല്ലേ? 3/2 nRT എന്ന് വേണമെങ്കിലും പറയാം.
മറന്നു പോകരുതേ. The internal energy of a ideal gas system is equal to 3/2 nRT. കാര്യം എന്താ? അതിന്റെ internal energy internal kinetic energy ക്ക് ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ ആണ് എത്ര? 3/2 nRT. ഈസി അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ്, ഹൗ വി ക്യാൻ ചേഞ്ച് ദ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. നമുക്കൊരു ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എങ്ങനെ മാറ്റാം എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. രണ്ട് രീതികളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, രണ്ട് സെനാരിയോസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, രണ്ട്. ഫസ്റ്റ്, ഞാനൊരു ബീക്കർ എടുത്തു, ഒരു ക്ലോസ്ഡ് വെസൽ എടുത്തു. അതിനകത്ത് നിറയെ ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. വാട്ടർ ദ ഗ്യാസ്, ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്യാസ് എന്ന് വിചാരിക്കുക. ഗ്യാസ് പാർട്ടിക്കിൾസ് ഞാൻ ധാരാളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ആണ്. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ വരയ്ക്കണം. ഞാൻ ഇത് ഗ്യാസ് ആയിട്ട് വച്ചെന്നുള്ളേ ഉള്ളൂ. നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് ഹീറ്റ് കൊടുക്കാൻ വേണ്ടി പോകണം. ഐ എം ഗോയിങ് ടു ഹീറ്റ്. ഞാൻ കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഐ എം ഗോയിങ് ടു ഹീറ്റ്. ചൂടാക്കി. ഓക്കെ അല്ലേ? സോ എന്ത് സംഭവിക്കും? ഇവിടെ ഞാൻ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ മോളിക്യൂൾസിന്റെ റാൻഡം മോഷൻ കൂടത്തില്ലേ? കാരണം നമുക്കറിയാം, ചൂട് കൂടുമ്പോൾ നിങ്ങൾ വെള്ളം ബോയിൽ ആണിട്ടില്ലേ, ഇങ്ങനെ ഗുളുഗുളായിട്ട് കേട്ടിട്ടില്ലേ? അതിനർത്ഥം എന്താ? അതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളിനും എനർജി കൂടി അവരുടെ റാൻഡം മോഷൻ കൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. സോ ഇവിടെ എന്താ പറയണ്ടേ? ഇവിടെയും ചൂടാക്കുന്ന അനുസരിച്ച് ഇവിടെയുള്ള എല്ലാ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെയും റാൻഡം മോഷൻ കൂടും. ധാരാളം സ്പീഡിൽ അത് എന്ത് ചെയ്യും? അത് ട്രാവൽ ചെയ്യും. വിച്ച് മീൻസ് റാൻഡം മോഷൻ കൂടിയാൽ നമുക്കറിയാം, വാട്ട് ഈസ് ദ നെയിം ഓഫ് റാൻഡം മോഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ സിസ്റ്റം? ഇറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ കൈനറ്റിക് എനർജി അല്ലേ? ഇവിടെ എന്താ? ഇവിടെ ഈ സിസ്റ്റത്തിന്റെ എല്ലാ ഇന്റേണൽ അല്ലെങ്കിൽ എല്ലാ മോളിക്യൂൾസിന്റെയും എന്ത് കൂടുകയാണ്? അവരുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ കൂടുക, റാൻഡം മോഷൻ കൂടുകയാണ്. എന്ത് ചെയ്തപ്പോ? ഹീറ്റ് കൂട്ടിയപ്പോ. വിച്ച് മീൻസ് അവിടെ എന്ത് കൂടും? യുടെ വാല്യൂ കൂടും. ഇനി യുടെ വാല്യൂ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി ഇന്റേണൽ എനർജിയുടെ വാല്യൂ കൂടും. കാര്യം എന്താ? ഇന്റേണൽ എനർജി ഈക്വൽ ടു UK പ്ലസ് UP എന്നല്ലേ പറഞ്ഞേ? ഇവിടെ യുടെ വാല്യൂ കൂടിക്കൊണ്ടേയിരുന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ യുടെ വാല്യൂ കൂടും അല്ലേ? യുടെ വാല്യൂ കൂടിയാൽ യുടെ വാല്യൂ കൂടും. വിച്ച് മീൻസ് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ എനർജി കൂട്ടിയാൽ, ഇഫ് we increase the heat of a system, then it automatically increase the the internal kinetic energy, which leads to the increase of internal energy. മനസ്സിലായോ? നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ എന്ത് കൂട്ടിയാൽ, സിസ്റ്റത്തിന്റെ ഹീറ്റ് കൂട്ടിയാൽ, ഹീറ്റ് സപ്ലൈ കൂട്ടുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇന്റേണൽ കൈനറ്റിക് എനർജി കൂടും. കാര്യം എന്താ? അതിന് റാൻഡം മോഷൻ കൂടുന്നുണ്ട്. അങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ഇന്റേണൽ എനർജിയും കൂടും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരണം, എപ്പോഴെങ്കിലും ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം കൂട്ടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഹീറ്റ് ചെയ്യുകയാണ് ഏക മാർഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെനാരിയോ നോക്കാം. ഒരു ബീക്കർ എടുത്തു, അതിൽ ഞാനൊരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്യുവാണ്. ഇനി ഈ ഗ്യാസിന്റെ മേലെ തന്നെ ഞാൻ ഒരു പിസ്റ്റൺ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു പിസ്റ്റൺ കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? ഞാൻ താഴെ ചൂടാക്കാൻ വേണ്ടി പോവാ. ഐ എം ഗോയിങ് ടു ഹീറ്റ്. വാട്ട് ഹാപ്പൻസ്? ഈ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് കൂടും? ഇവിടത്തെ ഈ പിസ്റ്റൺ മുകളിലേക്ക് പൊങ്ങുന്നത് കാണാൻ പറ്റും. അതായത് ഇവിടെ എന്ത് പ്രഷർ ഇങ്ങോട്ടേക്ക് പ്രഷർ ആക്ട് ചെയ്യും, ഒരു പ്രഷർ മുകളിലേക്ക് ആക്ട് ചെയ്യും അല്ലേ? അതായത് ഒരു എനർജി മുകളിലോട്ട് ആക്ട് ചെയ്യും. ഈ പ്രഷർ കാരണം അത് എന്ത് ചെയ്യും? ഈ പിസ്റ്റൺ എങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും. വിച്ച് മീൻസ് ഇവിടെ നമ്മൾ ഈ പിസ്റ്റനെ ഉയർത്തിയത് നമ്മളാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഈ എനർജി അപ്ലൈ ചെയ്തു, ഹീറ്റ് കൊടുത്തു. ഈ കൊടുത്ത ഹീറ്റ് ഇവിടെ ഈ സിസ്റ്റം എന്തിനാ യൂസ് ചെയ്തത്? പ്രഷർ കൂട്ടി ആ പിസ്റ്റനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. ഈ പിസ്റ്റൻ എങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും. ആണോ? അല്ലേ? യെസ്, മുകളിലേക്ക് പോകും. കാരണം ചൂട് കൂടുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യും. വിച്ച് മീൻസ് ഇത് എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. വിച്ച് മീൻസ് നമ്മൾ ഇവിടെ കൊടുത്ത എനർജി എന്ത് ചെയ്തു? സിസ്റ്റം സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് ആ എനർജിയെ ലോസ് ചെയ്തു. മനസ്സിലായോ? ഇവിടെ എന്ത് സംഭവിക്കും? ഇന്റേണൽ എനർജി ലോസ് ചെയ്യും. ഇന്റേണൽ എനർജി ഈസ് ലൂസ്ഡ്
for doing the work itself. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ എനർജിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് സെനാരിയോ മനസ്സിലായല്ലോ. ഫസ്റ്റ് സെനാരിയോ എന്താ പറഞ്ഞാൽ, ഞാനൊരു ബീക്കർ എടുത്തു, അല്ലെങ്കിൽ ഗ്യാസ് ഫില്ല് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, താഴെ ഹീറ്റ് കൊടുത്തു, വിച്ച് മീൻസ് എന്ത് ചെയ്യും, ആ ഗ്യാസിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ, അവർക്ക് അത്ര എനർജി കിട്ടുന്നുണ്ട് ഈ ഹീറ്റിന്റെ രൂപത്തിൽ അല്ലേ. അവരെന്ത് ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇഫ് ദ ഇന്റർമോളിക്കുലർ മൂവ്മെന്റ് ഇൻക്രീസസ് their internal kinetic energy also increases അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇന്റേണൽ കൈനറ്റിക് എനർജി കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, ടോട്ടൽ ഇന്റേണൽ എനർജി കൂടും. രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല. രണ്ടാമത്തെ ഞാൻ ചൂട് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം അവിടെ വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ പിസ്റ്റൺ മുകളിലേക്ക് ഒരു പ്രഷർ ആക്ട് ചെയ്യും. വിച്ച് മീൻസ് പിസ്റ്റൺ എങ്ങോട്ടേക്ക് പോകും, മുകളിലേക്ക് പോകും. കാരണം അവിടെ വർക്ക് ചെയ്യുന്നത് ആരാണ്, സിസ്റ്റം സ്വന്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ കൊടുത്ത എനർജി എല്ലാം ആര് വേസ്റ്റ് ചെയ്യും, ഐ മീൻ അവിടെ എന്ത് ചെയ്യും, അത് ആ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. വിച്ച് മീൻസ് അവിടെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യും, കുറയും. മനസ്സിലായോ? കാരണം എന്താ, ഓൺലി വൺ റീസൺ ഈസ് അവിടെ സിസ്റ്റം എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ എനർജി കുറഞ്ഞത്. ഇത് രണ്ടും ഈസി അല്ലേ, ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇത്രയും പക്കയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. ജസ്റ്റ് നമ്മുടെ സമ്മറിയിലേക്ക് പോവാം. ഇത്ര ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്തേക്ക് പോവാം. അവസാനമായിട്ട് ഞാൻ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമ്പർ 1, ഞാനൊരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം പറയട്ടെ. ഇവിടെ ഞാൻ എന്ത് കൂട്ടി, ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഇന്റേണൽ എനർജി എന്ത് ചെയ്തു, കൂടി. യു കൂടിയില്ലേ? യെസ്. ഇവിടെയും ഞാൻ എനർജി കൂട്ടിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വോളിയം കൂടി, വോളിയം ഇൻക്രീസ് ചെയ്തു. വിച്ച് മീൻസ് ഇവിടെ ഇന്റേണൽ എനർജി കുറഞ്ഞു. ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഈ വോളിയവും ടെമ്പറേച്ചറും എല്ലാം തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്, ആണോ അല്ലേ? അപ്പൊ രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ ഒക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ ഇവിടെ എന്തിന്റെ വാല്യൂ മാറി, ഇന്റേണൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ മാറി. വിച്ച് മീൻസ് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഇന്റേണൽ എനർജി ഈസ് ഓൾസോ എ തെർമോഡൈനാമിക് വേരിയബിൾ. മനസ്സിലായോ? ഇവിടെ എന്തെല്ലാം കൂടി, ഇവിടെ ടെമ്പറേച്ചർ കൂടിയപ്പോഴും ഇന്റേണൽ എനർജിക്ക് മാറ്റം ഉണ്ടായി, വോളിയം കൂടിയപ്പോഴും ഇന്റേണൽ എനർജിക്ക് മാറ്റം ഉണ്ടായി. വിച്ച് മീൻസ് ഈ രണ്ട് തെർമോഡൈനാമിക് വേരിയബിൾസിന് മാറ്റം ഉണ്ടായപ്പോൾ ഇന്റേണൽ എനർജിക്ക് മാറ്റം ഉണ്ടായെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടിയിരിക്കുന്നു, ഹിയർ ദ ഇന്റേണൽ എനർജി ഈസ് ഓൾസോ എ തെർമോഡൈനാമിക് വേരിയബിൾ. അതായത് യു ഈസ് ഓൾസോ എ തെർമോഡൈനാമിക് വേരിയബിൾ. തെർമോഡൈനാമിക് വേരിയബിൾ. ഇനി യു നമുക്ക് വേറൊരു പേര് പറയാം, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇത് ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമേ, ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇറ്റ് വോണ്ട് ഡിപ്പെൻഡ് ദ പാത്ത്. ഏത് വഴിയാണെന്നുള്ളത് നോക്കത്തില്ല. മനസ്സിലായോ? അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. മാത്രമല്ല ഇത് എന്തും കൂടെയാണ്, ഒരു തെർമോഡൈനാമിക് വേരിയബിൾ ആണ്. നമ്മൾ ഓൾറെഡി ഒരു പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച എന്താ, PVT, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആണ് 3 തെർമോഡൈനാമിക് വേരിയബിൾ എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മാറ്റം ഉണ്ടായപ്പോൾ എന്തിനു മാറ്റം ഉണ്ടായി, ഇന്റേണൽ എനർജിക്ക് മാറ്റം ഉണ്ടായി. വിച്ച് മീൻസ് ഇന്റേണൽ എനർജി എന്ത് തന്നെയാണ്, ഒരു തെർമോഡൈനാമിക് വേരിയബിൾ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, നോട്ട് എ പാത്ത് ഫംഗ്ഷൻ. ഇത് പാത്ത് എന്ത് ചെയ്തില്ല, ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓൺലി സ്റ്റേറ്റ്, ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറയണ്ടേ, ഇന്റേണൽ എനർജി ഈസ് എ തെർമോഡൈനാമിക് വേരിയബിൾ അല്ലെങ്കിൽ തെർമോഡൈനാമിക് കോർഡിനേറ്റ്. യു ഈസ് എ, അതായത് ഇന്റേണൽ എനർജി, നിങ്ങൾ യു എഴുതരുത്, ഇന്റേണൽ എനർജി തന്നെ എഴുതുക. ഇന്റേണൽ എനർജി ഈസ് എ തെർമോഡൈനാമിക് വേരിയബിൾ ഓർ നിങ്ങൾ വേറൊരു പേരും പറയാം, കോർഡിനേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ നോട്ട് എ പാത്ത് ഫംഗ്ഷൻ. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, നോട്ട് എ പാത്ത് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി മീൻസ് എന്താ, ഫൈനൽ ഇന്റേണൽ എനർജി മൈനസ് ഇനിഷ്യൽ ഇന്റേണൽ എനർജി. അല്ലാതെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഫൈനൽ സ്റ്റേറ്റിനെയും ഇനിഷ്യൽ സ്റ്റേറ്റിനെയും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, ഫോർ an ideal gas what is internal energy, which is equal to 3/2 nRT. ബിക്കോസ് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ അവർക്ക് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ല. അതായത് അവിടെ എന്തില്ല, ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഓൺലി റാൻഡം മോഷൻ മാത്രമേ ഉള്ളൂ. അതായത് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഈസി അല്ലേ?
ഈസി അല്ലേ? പക്കയല്ലേ? ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ ഞാൻ ഡെഫിനിഷൻ പറയുവാണ്. ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. Internal energy of a system is due to the random motion of the molecule. Random motion of the molecule. അതായത് എന്തോന്നാ? ഇന്റേണൽ കൈനറ്റിക് എനർജി അല്ലേ? റാൻഡം മോഷൻ ഓഫ് ദ മോളിക്യൂൾ, ദാറ്റ് ഈസ് ബ്രാക്കറ്റ് എഴുതിക്കൊള്ളണം, ഇന്റേണൽ കൈനറ്റിക് എനർജി, ആൻഡ് ദെയർ attraction അല്ലെങ്കിൽ and their configuration which means their attraction, intermolecular attraction, which means potential energy. ഇതാണ് എന്തോന്ന് ആക്ച്വലി ഇന്റേണൽ എനർജി ക്യാപിറ്റൽ യു എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ അല്ലേ? സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച്.